ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മലങ്കര ഡാമും മടിയൻ സിംബുവും. വേറൊന്നുമല്ല, മലങ്കര ഡാമിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അളിയന്റെ വീട് അവിടെയാണ്. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണത് തൊടുപുഴയിലാണ്, മുട്ടം അവിടെ. അപ്പൊ എന്റെ പെങ്ങളുടെ കൊച്ചിന്റെ ആദ്യത്തെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മ വന്ന സ്ഥലമാണ് മലങ്കര ഡാമിന്റെ സൈഡിലുള്ള പാർക്ക്. ഇങ്ങാട്ടേക്കാണ് നമ്മ ആദ്യം വന്നത്. കണ്ട, മലങ്കര ഡാം. അപ്പൊ ഇങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം വന്ന് കയറിയത് തന്നെ പാർക്കിന്റെ സൈഡിലേക്ക്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ്. നമ്മുടെ ചുറ്റും നല്ല ഡാമിലെ വെള്ളം അതും ഇതൊക്കെ ആയിട്ട്. കണ്ട, ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ അളിയനും എന്റെ പെങ്ങളും. അവിടെ കൊച്ചിന്റെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്ന് ഫോട്ടോ എടുത്ത് പൊളിക്കാണ്. കണ്ട, വിവിധ രീതിയിലുള്ള പോസുകളും കാര്യങ്ങളും. ഞാനപ്പൊ കൊച്ചെവിടെയെന്ന് നോക്കാനായിട്ട് നോക്കിയപ്പോ കൊച്ചിനായിട്ട് സിംബു എങ്ങാട്ടോ പോയി. സിംബു എന്റെ അച്ഛനാണ്ട. എന്നാ പിന്നെ ഇവരവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തോട്ടെ, നമ്മക്ക് ഈ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് കളയാന്നും കരുതിയിട്ട് ഞാൻ നേരെ ക്യാമറയിട്ട് ആ വെള്ളത്തിന്റെ പരിസരത്തോട്ടൊന്ന് നീങ്ങി. അവിടെ ഞാൻ ഒരുപാട് കെട്ടിടങ്ങളും സാധനങ്ങളും കണ്ടു. അപ്പൊ നമ്മുടെ രാമലീല സിനിമ 11 മറ്റേ റൈഫിൾ ക്ലബിൽ വരുമല്ലോ ദിലീപ് ഷൂട്ടിങ് പഠിക്കാൻ. അപ്പൊ ആ ഒരു കെട്ടിടമാണ് ആ സൈഡിൽ നമ്മ കണ്ടത്. പിന്നെ ഞാൻ അവിടെ ചുറ്റുമൊന്ന് നിരീക്ഷിച്ച്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായി, നല്ല കളക്ഷനുള്ള ഒരു ഏരിയ ആയിരുന്നു. കണ്ട, ഞാൻ ചുറ്റുമൊന്ന് കറങ്ങിയപ്പോ നല്ല പച്ചപ്പ്, നല്ല തണല്, അടിപൊളി, മൊത്തത്തിലൊരു വൈബേഷ് സ്ഥലം. കണ്ട, മരങ്ങളും തണലും കിളി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ നൈസായിട്ട് ആ പരിസരത്തേക്ക് ഒന്ന് വീക്ഷിച്ച് 2-3 വീഡിയോ എടുക്കാൻ നേരം നീങ്ങിയപ്പോ ആദ്യം വെള്ളത്തിൽ കണ്ടത് ആ മരത്തിന്റെ എല്ലാം മൊത്തം വീണ അലമ്പായി കിടക്കണം. സംഭവം കാണാനൊരു ലുക്കില്ലെങ്കിലും വെള്ളം അത്ര മറ്റേ മലിന പോയിട്ട് കിടക്കണമെന്നല്ല, നല്ല തെളിഞ്ഞ വെള്ളവും അതിലേക്ക് കുറച്ചല്ല പിന്നെ കിടക്കണം. അത്രേ ഉള്ളൂ. അവർക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യായിരുന്നു. ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഭംഗിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, പരിസര മലിനീകരണവും ഇല്ലല്ലോ. പിന്നെയാണ് എന്റെ അനിയത്തി പറയണ അപ്പുറത്തെ സൈഡിലോട്ട് പോയ തുരുത്താണ്. തുരുത്തെന്ന് വെച്ചാ ഈ ഡാമിന്റെ ഏറ്റവും എൻ പോയിന്റ് അപ്പുറത്തെ സൈഡിൽ. കണ്ട, അപ്പൊ ഞാൻ ആ തുരുത്ത് വെച്ച് പിടിക്കാന്നും കരുതി നേരെ അവളോട് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോണ സീനാണ് നിങ്ങളിപ്പോ കാണുന്നത്. ആ തുരുത്തിന്റെ പേര് മാത്തപ്പാറ എന്നാണെന്ന് അമ്മൂസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ കേട്ടു നോക്കിയ മാത്തപ്പാറ കൊള്ളാം, നല്ല ഒരു വെറൈറ്റി പേര് നമ്മ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോഴാണ് റൈറ്റ് സൈഡിൽ അമ്പരചുംബിയായ ഒരു കെട്ടിടം എന്റെ ശ്രദ്ധയപ്പെട്ടത്. ആ കെട്ടിടം വേറൊന്നുമല്ല, നമ്മുടെ മലങ്കര ഡാമിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടം വരും. കണ്ട, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം മലങ്കര, മനസ്സിലായോ? പിന്നെ ഞാൻ ആ കെട്ടിടത്തിന്റെ സൈഡിൽ തന്നെ അവിടുത്തെ ടോയ്ലറ്റ് ബ്ലോക്ക് കണ്ടു. ടോയ്ലറ്റിന്റെ സൈഡിൽ കുറച്ച് ചെടികൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു 5-6 പിള്ളേര് ഞങ്ങളുടെ ക്യാമറാമാനോന്റെ അടുത്തോട്ട് ഓടിക്കടച്ച് വന്നത്. വേറൊന്നിനുമല്ല, അവർക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം, എടുത്തയച്ചു തരുമോന്നും പറഞ്ഞിട്ടും പുറകേന്ന് പോകണ്ടായിരുന്നില്ല. ഭയങ്കര ശല്യം. പിന്നൊന്നും നോക്കിയില്ല. നമ്മുടെ ക്യാമറാമാൻ ടൈറന്റ് എന്നാണ് നമ്മുടെ ക്യാമറാമാനോന്റെ പേര്. അപ്പൊ ടൈറന്റ് പിള്ളേർക്ക് 5-6 ഫോട്ടോസ് എടുത്തിട്ട് അവന്മാര് ഇൻസ്റ്റാഗ്രാം ഐ ഡി വാങ്ങിച്ചിട്ട് അവർക്ക് അയച്ചു കൊടുത്തു. അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ സമയം കളയാണ്ട് പിന്നെയും ആ തുരുത്തിലേക്കുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങും. പിന്നെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കുമെങ്കിലും സൈഡിലുള്ള വ്യൂസ് ഒക്കെ കണ്ട് നമ്മ 2 പാട്ടൊക്കെ പാടിയിട്ടാണ് അങ്ങോട്ട് പോയത്. വേണ്ട, അത് നോക്കി, ആഹ, എന്താ രസം കാണാൻ. പിന്നെ ഞങ്ങ സമയങ്ങൾ വേണ്ട തന്നെ അങ്ങോട്ട് പോണേന്. കാരണം എത്രയും പെട്ടെന്ന് പോയി വന്നിട്ട് വേണം നമുക്ക് ഡാമിലോട്ട് കയറാൻ. അപ്പൊ സമയങ്ങൾ വേണ്ട പോയി. നമ്മിപ്പോ ആ മൂലക്കേന്ന് പാർക്കിന്റെ ആ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നടന്നു തുടങ്ങിയതാണ്. അവിടെ നിന്ന് കറങ്ങി ഇപ്പുറത്ത്. പിന്നെ അമ്മൂസാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് നമ്മളെ ക്യാമറാമാൻ അവിടെ ഇരിക്കണ. കണ്ട, ആൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്റെ 2 ക്ലിക്ക് എടുക്കിയിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ പുള്ളിയുടെ 2 ഫോട്ടോ എടുത്ത് എന്നെ കാണിച്ചു തന്നപ്പോ സാധനം കൊള്ളാം. അല്ല, സാധനം കൊള്ളാന്ന് എനിക്ക് തോന്നി. ഞാനത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഞങ്ങൾ 4 പേരാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്റെ അനിയത്തി അമ്മൂസ്, അളിയൻ ജോജി, പിന്നെ ജോജിയുടെ കൂട്ടുകാരൻ നമ്മുടെ ക്യാമറാമാനും ടൈറന്റ്. ഞങ്ങൾ 4 പേരാണ് ശരിക്കും ഈ യാത്ര തുടങ്ങിയത് പോവാനായിട്ട്. ആ ആകാശത്തിന്റെ ഒക്കെ ഒരു ലുക്ക് നോക്കി, ആഹാ, എന്താ രസം. സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന പോലത്തെ സ്ഥലം. അത്രയും ഒരു സമാധാനം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മൈൻഡ് പീസ്ഫുൾ ആവാൻ പറ്റിയ ഒരു പ്ലേസ് ഇട്ടാ അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. കണ്ടാ,
ആകാശമൊക്കെ നോക്കി നല്ല രസമായിരുന്നു. അടിപൊളി സ്ഥലം. പിന്നെ യാത്ര തുടങ്ങിയത് ഞങ്ങള് 4 പേര് കൂടിയാണെങ്കിലും പകുതിക്ക് വെച്ച് അവരാ ശ്രമം ഉപേക്ഷിച്ച്. അപ്പൂസെ നമ്മില്ലട്ടെ നടക്കാൻ, എനിക്കിനി വയ്യടാന്നും പറഞ്ഞു എന്റെ അനിയത്തി എന്നെ ആദ്യം അവിടെ നിന്നു. പിന്നെ അവര് 2 ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അവര് നിന്നു. പക്ഷെ നമ്മ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കാന്നുള്ളത് എന്നെ നിഘണ്ടൂലേ ഇല്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് തന്നെ നടന്നു. നമ്മക്ക് ആരും വേണ്ട ടീമേ, നമ്മ ഒറ്റക്കായാലും പോവും, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കണ്ട നമ്മ ആ മൂലക്കേന്നാണ്ട യാത്ര തുടങ്ങി. ആ ആ സൈഡിൽ നിന്ന് തുടങ്ങിയതാണ്. കറങ്ങി തിരിഞ്ഞ് നടന്ന് 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 ഇവിടെ എത്തി. ഇനി ബാക്കി നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിലാണ് അമ്മൂസ് എന്നോട് ബാക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, നമ്മുടെ കട്ടപ്പന ഋതിക് റോഷൻ സിനിമ ഷൂട്ട് ചെയ്തേക്കണേല് നമ്മുടെ ധർമ്മജനൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ, അത് ഇവിടെ നിന്ന് കയറി റൈറ്റിലോട്ട് തിരിയുമ്പോൾ നിനക്ക് കാണാൻ പറ്റുമെന്ന് പറയാം. ഞാനപ്പോ എന്തായാലും വന്നല്ലേ, അതും കൂടി ഒരു വീഡിയോ എടുത്തേക്കാന്നുള്ളൊരു സെറ്റപ്പിലാണ് നടന്നത്. നടന്ന് നമ്മ ഏകദേശം എത്താറായി. കണ്ട അത്യാവശ്യം നല്ല വ്യൂ നമുക്ക് ഇവിടെ നിന്ന്. അതാണ് ഡാം. കണ്ട അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോവാൻ. ഇവിടെയാണ് ഇതാണ് സ്ഥലം ഞാൻ പറഞ്ഞത്. ധർമ്മജനും നമ്മുടെ വിഷ്ണുവും കൂടി ഇരിക്കുന്ന സ്ഥലം, പിള്ളേരുടെ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഇത്. ഇവിടെ ആ സിനിമയിലെ പോലെ അല്ല, ഒരുപാട് മാറിപ്പോയി. സൈഡിലൊക്കെ കാല് പിടിച്ച് റൈറ്റ് സൈഡിൽ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ ലുക്കിൽ അത് തോന്നൂല ഇതാണ് സ്ഥലമൊന്നും. എനിക്കും പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇതാണ് ആ സ്ഥലം. കണ്ട പിന്നെ അധികം നേരം ഇവിടെ കിടന്ന് കറങ്ങാൻ നിന്നില്ല. എന്തോ ഒറ്റക്കായോണ്ടാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു പേടി. ഞാനപ്പോ അവിടെ നിന്ന് നൈസായിട്ട് മൂവ് ചെയ്യാന്ന് കരുതി. ഗൈസ്, ഇതാണ് മലങ്കര ഡാമിൻ്റെ ഏറ്റവും അറ്റത്തുള്ള തുരുത്ത്. കണ്ട ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല ആമസോൺ മഴക്കാട് പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലം. ഇപ്പൊ തന്നെ ഒരു മല കാണാം. കണ്ട ആ മലയുടെ ടോപ്പിൽ അതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ. അവിടെയാണ് ഇലവീഴ പൂഞ്ചിറ. അത് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇലവീഴ പൂഞ്ചിറ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അതിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെ മലങ്കര ഡാം അടക്കം എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ട ആകാശവും മലകളും ആമസോൺ മഴക്കാടുകൾ തോറ്റുപോകുന്ന രീതിയിലുള്ള ആ പച്ചപ്പും ഹരിതാപവും കൊള്ളാലേ, നല്ല സുല കാണാൻ. അയ്യോ, ഞാനിപ്പോൾ അതിൻ്റെ അറ്റത്തുനിന്ന് തിരിച്ച് നടക്കുകയാണ് ഗൈസ്. പഴയ ക്രിക്കറ്റ് കളിക്കാരനാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, സ്റ്റാമിനയും മണ്ടാരമൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ പിടിക്കണം, അത്രയും ലോങ്ങാണ്. അത് കണ്ട എൻ്റെ കൈയാണില്ല അവിടെ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഇങ്ങനെ ഓടണെങ്കിൽ എത്തൂല. തീർന്ന് ചത്തി അത്തി 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 അത്തി. ആരാടാ പട്ടി പറഞ്ഞ് എനിക്ക് സ്റ്റാമിനില്ലെന്ന്? നടന്ന് ഞാൻ എത്തിയടാ, ഒറ്റക്ക് നടന്നു വന്നവനാടാ. അയ്യോ, അവിടെ നിസ്സാര ദൂരവും കൂടി, വളരെ കുറച്ച്. ഇതിപ്പെത്തും. ഫോളോ മീ. അങ്ങനെ തിരിച്ചെത്താറായ ഞാൻ അടുത്തതായി പോകാൻ പോകുന്നത്, ഇവിടെ കിഡ്സിന് വേണ്ടിയിട്ട് പാർക്കുണ്ട്. ഓക്കെ, കണ്ടോ പാർക്കുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മുടെ അടുത്ത പോക്ക്. തളർന്ന് ക്ഷീണിച്ച് വീഴുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വീണില്ല, വീഴൂല്ലടാ. അങ്ങോട്ടാണ് പോകണം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ അത്യാവശ്യം ഒരു കുറെ നടന്ന് ലാസ്റ്റ് നമ്മൾ ഈ പാർക്കിന്റെ വശത്തേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കുകള്, കുട്ടികള്, അവരുടെ പാരന്റ്സ് എല്ലാവരും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. അത്യാവശ്യത്തിന്, അതായത് ഓവർ തിരക്കുകളൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനപ്പോ ഈ മരത്തണലൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് നേരെ പാർക്കിൽ
എന്റെ അച്ഛനും അമ്മയും അവരൊക്കെ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അവരൊന്ന് തപ്പിപ്പിടിക്കാൻ എഴുതിയപ്പോഴാണ് ആ മൂലക്ക അച്ഛനിരിക്കാനുണ്ട്. അങ്ങനെ ഞാൻ നേരെ അവരുടെ അടുത്തോട്ട് വന്നു. അവരെന്നെ നോക്കി ഇന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായി. ആൾക്കാർ ശ്രദ്ധിക്കും. ഈ വട്ടന് വേറെ ഭ്രാന്തൊന്നുമില്ലേ, സോറി, ഈ വട്ടന് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ആ ചിരിക്കണെന്ന് എനിക്ക് ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി. പക്ഷെ നമ്മ അതിനൊന്നും മൈൻഡ് കൊടുക്കാറില്ല ടീം. നമ്മ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ള സെറ്റപ്പിൽ വന്ന് അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇവരിവിടെ ഈ പാർക്കില് പിള്ളേരെ കളിപ്പിച്ചോണ്ടിരുന്ന് ഇവരാ തുരുത്തും കണ്ടില്ല. നമ്മുടെ കൃഷ്ണനും ദാസപ്പനും ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ടും കണ്ടില്ല. പിന്നെ കൊച്ചിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ട് അമ്മൂസും ജോലിയും ഇവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. കൊച്ചിന്റെ ഒരൊറ്റ ഫോട്ടോ പോലും അവർ ഇത്ര നേരമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ അത് കണ്ട ഈ പെട്ടെന്ന് തിങ്ങനെ കറങ്ങി 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 അവിടുന്ന് റൈറ്റിലോട്ട് കയറിയപ്പോ നമ്മുടെ ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ട് അവിടുന്ന് പിന്നെയും വന്ന് കണ്ട ആ മൂലൊക്കെ വരെ ഞാൻ നടന്നു. സച്ച് എ ലോങ് പ്ലേസ്. പിന്നെ നമ്മുടെ ടയറിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കൂട്ടുന്നുണ്ടായി. പിന്നെ നമ്മ പാർക്കിന്റെ സൈഡിലുള്ള ഡാമിന്റെ പരിസരത്തിന്റെ വീഡിയോ ആണ് ഞാനിപ്പോ എടുത്തേക്കണ കണ്ട. അത് നമ്മുടെ ഡാമിലേക്ക് എൻ്റർ ആവണ വഴിയുണ്ട്. അതേപോലെ തന്നെ നമ്മ റൈറ്റ് സൈഡിൽ കണ്ട സെയിം മഴക്കാടുകൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലോട്ടും നമുക്ക് കാണാൻ സാധിക്കും. കണ്ട എങ്ങനെയുണ്ട് സ്ഥലം. പിന്നെ ഞാൻ പതുക്കെ ഈ പാർക്കിന്റെ പിള്ളേര് കളിക്കണതൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ എഴുതിയിട്ട് കുറച്ചു നേരം ഇവിടെ കിടന്ന് കറങ്ങി. അപ്പൊ കുറെ പിള്ളേര് ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോണ ആ സംഭവത്തിൽ കൂടി ഇങ്ങനെ തീറ്റി ഇറങ്ങണ ഞാൻ കണ്ടു. ഞാനപ്പോ ആലോചിക്കായിരുന്നു പിള്ളേരുടെ ഒക്കെ ഒരു ഭാഗ്യം. ഒന്നും അറിയണ്ട, ഇങ്ങനെ കളിച്ച് ചിരിച്ച് പഠിക്കാൻ പോയി ഇങ്ങനെ നടന്നാ മതി. ചെറുപ്പത്തിൽ അവന്മാര് ചിന്തിച്ചു കൂട്ടും ഇങ്ങനെയെങ്കിലും വലുതായാൽ മതി. പക്ഷെ വലുതാവുമ്പോ എല്ലാം അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് പോട്ടെ. പിന്നെ ഒരു ഐസ്ക്രീം കാച്ചാന്നും കരുതി ഞാനും അച്ഛനും അമ്മയും നമ്മുടെ ഫിലിപ്പോസിനെയും കൊണ്ട് വന്നേക്കും. അപ്പൊ അമ്മക്ക് ചോക്കോബാർ വേണം, അച്ഛന് ടെൻഡർ കോക്കനട്ടും വേണമെന്ന് പറഞ്ഞു. നമ്മക്ക് അന്നൊന്നും മാംഗോ വിട്ടൊരു കളിയില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു മാംഗോ ബാർ തന്നാ മതി. ഇല്ല, ബാർ, മാംഗോ ബാർ. സത്യം പറയാല, മാംഗോ ബാറിന്റെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ മാംഗോ ബാറല്ല ശരി, ഐസ് ഫ്രൂട്ട്, മാംഗോന്റെ ഐസ് ഫ്രൂട്ട് ഇങ്ങനെ ഫീലാണ് എനിക്ക് കിട്ടിയത്. വെറുതെ വാഴ വെച്ചപ്പോഴേക്കും അത് 2 കഷ്ണമായി പോയിരുന്നു. പിന്നെ ഞാൻ കുറച്ചേരം ഇവിടെ കിടന്ന് കറങ്ങി. അപ്പൊ പീലിനെ ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് തിരിച്ചിറക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിങ്ങനെ നിന്നിരുന്നത്. അപ്പൊ അവനാണെങ്കിൽ എഴഞ്ഞു പോണ പ്രായമാണ്. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ അവനെ കയറ്റാൻ പറ്റൂല. അപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങണവരൊന്ന് വെയിറ്റ് ചെയ്യാന്നും കരുതി നിൽക്കണം. അപ്പൊ അമ്മ അവിടെ പോയി നിൽപ്പുണ്ട്. ആൾക്കാരൊന്ന് ഒതുങ്ങി കഴിയുമ്പോ നമുക്ക് അവനെ കയറ്റാന്നും പറഞ്ഞ് നിൽക്കുന്ന സീനാണ്. അങ്ങനെ അവസാനം അവിടുത്തെ തിരക്കൊക്കെ ഒരുങ്ങി നമ്മുടെ പീലി അതിൽ കൂടി അങ്ങനെ കയറി. അവൻ കയറി പകുതി എത്തിയപ്പോ അമ്മ പുറയിലും ഒച്ചിരിക്കുന്നു. കയറിപ്പോന്ന് ഒച്ചെടുത്തിട്ട് അവൻ തിരിഞ്ഞു നോക്കി. അമ്മനെ കണ്ടോടെ അവൻ കയറോ, അവൻ തിരിച്ചിറങ്ങാനായിട്ട് വന്നിരിക്കും. ലാസ്റ്റ് ബാക്കിൽ കൂടി കയറി വന്നൊരു പയ്യൻ അവനെ നൈസായിട്ട് ഉന്തിയും പൊക്കിയൊക്കെ വെച്ച് നടക്കുന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് അവനെ ഏറ്റവും ടോപ്പിലോട്ട് എത്തിച്ച്. ആള് നല്ല സന്തോഷത്തിലായിരുന്നു. ആള് പാട്ടൊക്കെ പാടി ഞാൻ പോയിട്ട് നീയൊക്കെ പോയാതിടാന്നും പറഞ്ഞപ്പോ അതൊക്കെ അങ്ങോട്ട് പോണേണേ. അന്ന് അങ്ങനെ നടന്ന് ആളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോ ചുറ്റും നോക്കിയാണ് എന്താണ് സംഭവം. അവൻ എന്നിട്ട് ഇറങ്ങി വന്നില്ല. ഇന്നോടത്തിരുന്നിട്ടേ ലാസ്റ്റ് അവനെ പൊക്കി അവിടെ അങ്ങോട്ട് വെച്ച് അച്ഛൻ എന്നിട്ട് നൈസായിട്ട് കൈ പിടിച്ച് അവിടെ നിന്ന് തീറ്റിച്ച് താഴെ എത്തിച്ചു. അതാണ് അവസാനം നടന്നത്. ഇവനാണെങ്കിൽ അവിടെ നിന്നിട്ട് തിരിച്ചിറങ്ങാൻ മടിയായിട്ട് നിൽക്കണേണ്. ലാസ്റ്റ് സിംബു തന്നെ ഇറങ്ങേണ്ടി വന്നു ആളെ താഴെത്തിക്കാൻ. എന്തോ ദൈവഭാഗ്യത്തിന് ഡാം കാണാൻ പോയിട്ട് നമുക്ക് ഡാം മാത്രം കാണാൻ പറ്റിയില്ല ഗൈസ്. പാർക്കും കണ്ട് തിരിച്ചു വരണ്ടെന്ന്. സാരില്ല, പോട്ടെ. പിന്നെ മലങ്കര ഡാമും മടിയൻ സിംബും എന്ന് പറഞ്ഞ നമ്മുടെ വ്ലോഗ് ഇവിടെ തിരിയാണ്. ശേഷം വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം.
ഇപ്പൊ ഞാൻ പോട്ടെ. ബൈ ബൈ.